everyone, welcome to Adrenaline. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രിയിലെ ഒരു പോർഷനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ടോപ്പിക്കാണ്, അതായത് ചെറിയൊരു ടോപ്പിക്കാണ്. സോ നമുക്കത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടോക്കോഫെറോൾ ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി നോൺ ആസ് ആൻറ്റി ഇൻഫെർട്ടിലിറ്റി വൈറ്റമിൻ ആണ്. ദാറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പൊട്ടൻറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ്. ദാറ്റ് മീൻസ് ഫ്രീ റാഡിക്കലിനെ ഇല്ലാതാക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. സോ ഫസ്റ്റ് അതിൻ്റെ RDA നോക്കാം. മെയിൽസിലാണെങ്കിൽ 10 milligram per day, ഫീമെയിൽസ് ആണെങ്കിൽ 8 milligram per day, പ്രഗ്നൻസിയിൽ 10 milligram per day ആൻഡ് ലാക്ടേഷൻ ടൈമിൽ 12 milligram per day. ഫാർമക്കോളജിക്കൽ ഡോസ് എന്ന് പറയുന്നത് 200 to 400 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ആയിരിക്കും. ദാറ്റ് മീൻസ് 15 milligram ആണ് ഒരു 33 ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഴ്സസ് ആണ്. റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് മെയിൻലി വെജിറ്റബിൾ ഓയിൽസ് ആണ്. അതിൽ വീറ്റ് ഗ്രാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോട്ടൺ സീഡ് ഓയിൽ എല്ലാം അതിലൊക്കെയാണ് വൈറ്റമിൻ ഇ വരുന്നത്. പക്ഷേ ഫിഷ് ലിവർ ഓയിലിൽ വൈറ്റമിൻ ഇയുടെ പ്രസൻസ് ഉണ്ടാകത്തില്ല. നെക്സ്റ്റ് ഈസ് കെമിക്കൽ നാച്ചർ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചത് പോൾ കെറേർ ആണ്. ആൻഡ് ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ക്രൊമാറ്റ് റിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഐസോപ്രെനോയിഡ് ആയിട്ടുള്ള സൈഡ് ചെയിൻസുകളും ഉണ്ടായിരിക്കും. ഇവരുടെ ഗ്രേറ്റസ്റ്റ് ബയോളജിക്കൽ ആക്ടിവിറ്റി വരുന്നത് ആൽഫ ടോക്കോഫെറൽ ഫോം. അതായത് ഏത് ഫോമിലാണ്? ആൽഫ ടോക്കോഫെറൽ ഫോമിലാണ് ഇവർ ബയോളജിക്കലി ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെറ്റബോളിസം. ഓക്കെ, മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നോർമൽ ബ്ലഡ് ലെവൽ എന്ന് പറയുന്നത് 0.5 to 1 milligram per deciliter ആണ്. ഇവർ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നത് കൈലോ മൈക്രോൺസിൻ്റെ ഒരു ഫോമിലാണ്. അതായത് മറ്റ് ഫാറ്റ്സിൻ്റെ കൂടെയാണ് കൈലോ മൈക്രോൺ ആയിട്ട് ഇവർ വൈറ്റമിൻ ഇ അബ്സോർബ് ചെയ്യുന്നത്. ബൈൽ സോൾസിൻ്റെ ഒരു ഹെൽപ്പ് ഇവർക്ക് വേണം. അതായത് ഇവരുടെ ഒരു ബ്രേക്ക് ഡൗണിങ്ങിനോ എല്ലാം ഫാറ്റ്സിൻ്റെ ബ്രേക്ക് ഡൗണിലാണല്ലോ ബൈൽ സോൾസ് വേണ്ടത്. അപ്പോൾ ഫാറ്റ്സിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് തന്നെ കൈലോ മൈക്രോൺസിൻ്റെ ആയിട്ട് വരുമ്പോൾ വൈറ്റമിൻസിലും ബൈൽ സോൾസിൻ്റെ നീഡുണ്ട്. നെക്സ്റ്റ് സ്റ്റോറേജ്. അഡിപ്പോസൈറ്റ്സ് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂലാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. എക്സ്ക്രീഷൻ ആണെങ്കിൽ അലോങ് വിത്ത് ബൈലായിരിക്കും. ഇപ്പോൾ ബൈൽ സോൾസ് വന്നു, കൈലോമൈക്രോൺസിനും ഫാറ്റ്സിനൊക്കെ ഡിഗ്രേഡൊക്കെ ചെയ്തു. പിന്നീട് ബൈൽസിലായിരിക്കും വൈറ്റമിൻ ഇ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അതായത് ലിവറിൽ ഗ്ലൂക്കറോണിക് ആസിഡിൻ്റെ കോൺജുഗേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ ബൈലിലെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ബൈലിൻ്റെ കൂടെ വൈറ്റമിൻ ഇയും എക്സ്ക്രീറ്റ് ആവുന്നു. സോ അബ്സോർപ്ഷൻ പറഞ്ഞു, സ്റ്റോറേജ് പറഞ്ഞു ആൻഡ് എക്സ്ക്രീഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ബയോകെമിക്കൽ റോൾ, അതായത് ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഇ. മോസ്റ്റ് പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്, നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മെയിൻ ആൻറ്റി ഓക്സിഡൻറ്റ്. കാരണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ ഫ്രീ റാഡിക്കൽസിന് ഇനാക്ടിവേറ്റ് ചെയ്യേണ്ട ഒരു മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. അത് ചെയ്യുന്ന ഒരു കോമ്പോണൻ്റാണ് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ ഇ എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ലിപ്പിഡ് പെറോക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസിന് അവർക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ഫ്രീ റാഡിക്കൽസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ബയോമെംബ്രെയിൻസിനൊക്കെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസസ് കുറയ്ക്കുന്നു, നമ്മുടെ സെൽ മെംബ്രെയിനെ ഇല്ലാതാക്കുന്നു. അതാണ് ഫ്രീ റാഡിക്കൽസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസിനെ ഇനാക്ടിവേറ്റ് ചെയ്താൽ എന്തായിരിക്കും? നമുക്ക് നല്ല റിജിഡ് ആയിട്ടുള്ള സെൽ മെംബ്രെയിൻസ് കിട്ടും. അതുപോലെ തന്നെ RBCയുടെ പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ പറഞ്ഞു ഈ ബയോമെംബ്രെയിൻസിൻ്റെ ഒരു അറ്റാക്ക് നടത്തുന്നത് ഈ ഫ്രീ റാഡിക്കൽസ് ആണെന്ന്. അപ്പോൾ ആ ഫ്രീ റാഡിക്കൽസിന് വൈറ്റമിൻ ഇ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇക്ക് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഹീമോലൈസിസിൽ നിന്നും RBCനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ ഏജിങ് പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യാം. കാരണം അവിടെ സെല്ലുലാർ മെംബ്രെയിൻ ഡിഗ്രേഡ് ആകാതെ നോക്കുന്നു. പിന്നെ അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഓക്സിഡേഷൻ ഓഫ് LDL റെഡ്യൂസ് ചെയ്യുന്നു. അതായത് അതെറോസ്ക്ലീറോസിസ്, അതായത് ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അതെറോസ്ക്ലീറോസിസിൻ്റെ റിസ്ക്കും ഈ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് കുറയും. അതുപോലെ തന്നെ ല്യൂക്കോസൈറ്റ് ഓക്സിഡേറ്റ് ബാക്ടീരിയൽ ആക്ടിവിറ്റിയും ഇവർ ഡിക്രീസ് ചെയ്യിക്കുന്നുണ്ട്. അതാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അതായത് ഇവരുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഇഷ്യൂസ്, സിംറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ്. റാറ്റ്സിലാണ് മെയിൻലി വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തൊക്കെ കോസ് ചെയ്യുന്നു? അവിടെ ഹെൽത്തി ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ മോർട്ടലിറ്റി ഓഫ് സ്പെർമാറ്റോസോവ
ഡിക്രീസ് ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ ഒരു ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്നു. വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ആൻറ്റി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ RBCനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഹിമോലൈസിസ് ഓഫ് RBC ഉണ്ടാവും, അക്യൂട്ട് ഹെപ്പാറ്റിക് നെക്രോസിസ് ഉണ്ടായിരിക്കും, മസ്കുലർ ഡിസ്ട്രഫി എല്ലാം ഉണ്ടായിരിക്കും വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ. അതായത് ഈ നേരത്തെ പറഞ്ഞ ബയോകെമിക്കൽ റോള് ചെയ്യാനുള്ള വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെഫിഷ്യൻസി മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. ഹ്യൂമൻ ബീങ്സിലെ പൊതുവെ മേജർ ഡിസീസ് വൈറ്റമിൻ ഇ ഇല്ല എന്ന് കരുതി വലിയ വലിയ ഡിസീസ് ഒന്നും ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാവാൻ പോകുന്നില്ല. എങ്കിൽ പോലും അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം? പൂവർ നെർവ് കണ്ടക്ഷൻ ഉണ്ടാവാം, സ്പൈനോസെറിബുലർ അറ്റാക്സിയ, റെറ്റിനോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, മയോപ്പതീസ് ഒക്കെ ഉണ്ടാവാം. അതുപോലെ അനീമിയും കോസ് ചെയ്യും. കാരണം RBCയുടെ ലെവൽ കുറയുമ്പോൾ RBC ഹിമോലൈറ്റിക് ആയി പോകുമ്പോൾ നമുക്ക് അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് വലിയ വലിയ മേജർ ഡിസീസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അൽഷിമേഴ്സ് ഡിസീസിലെ ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഇതിനെ ബെറ്റർ ആക്കുന്നു അൽഷിമേഴ്സ് ഡിസീസ്. അതുപോലെ തന്നെ ഈ അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരിൽ അവരുടെയിലൊക്കെ വൈറ്റമിൻ ഇ കൊടുക്കാം. ബിക്കോസ് എന്തായിരിക്കും അവിടെ അത് ഈ എന്താ പറയുക, ഹൈ ഫാറ്റി ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് അതെറോസ്ക്ലെറോസിസ് വരാൻ സാധ്യത ഉണ്ടല്ലോ. വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ആ LDLന്റെ ഓക്സിഡേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിവിയർ കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെയിൻലി ഡെഫിഷ്യൻസി ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മെയിൻലി അൽഷിമേഴ്സ് ഡിസീസിലും അതുപോലെ ഹൈ ഫാറ്റി ഡയറ്റ് കഴിക്കുന്നവർക്കാണ്. ഡെഫിഷ്യൻസി കൂടുതൽ കാണുന്നത് എവിടെയൊക്കെ ആയിരിക്കും? പ്രീമച്ചർ ഇൻഫാൻസിൽ, അതുപോലെ ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയയിൽ, അബ്സോർബിങ് അതായത് ഡയറ്ററി ഫാറ്റ് കൂടുതൽ കഴിക്കുന്നവരില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജീൻ അതായത് വൈറ്റമിൻ ഇൻ്റെ ഫോർമേഷൻ ഒരു മെറ്റബോളിസം നടത്തുന്ന ജീൻസിൻ്റെ മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴൊക്കെയാണ് മെയിൻലി ഡെഫിഷ്യൻസി കാണാൻ പറ്റുന്നത്. ഇനി ജസ്റ്റ് ഒരു ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് വെച്ചാൽ ടോക്സിസിറ്റി, അതായത് കൂടുതൽ വൈറ്റമിൻ ഇ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു 1000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേനെ എബവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റി ആയി. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹെമറേജോ മൈൽഡ് ആൻറ്റികോയാഗുലൻ്റ് ഒക്കെ, ഇതൊരു മൈൽഡ് ആൻറ്റികോയാഗുലൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഹെമറേജ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് ടോക്സിസിറ്റി പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള വൈറ്റമിൻ ഇനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, സോ താങ്ക് യു.